നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു വിമാനം പറപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു വിമാനം പറപ്പിക്കാൻ പോകുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ പുറകിലായിട്ടാണ് നമ്മളെ വിമാനം കാണുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം തോന്നിയിട്ടുള്ള നിമിഷങ്ങളായിരുന്നു നമ്മളുടെ ആദ്യ എളിയൻ 6 വയസ്സുകാരൻ വിമാനം പറപ്പിക്കുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേരം ആദ്യ എളിയൻ നമ്മൾ സീറ്റ് ബെൽറ്റും കാര്യങ്ങളെല്ലാം ഇട്ടു. ഇനി അടുത്തായിട്ട് നമ്മൾ ഹെഡ്ഫോൺ എല്ലാം വെച്ച് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റും കോ പൈലറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഈ ഒരു ഹെഡ്ഫോൺ ഭയങ്കര അത്യാവശ്യമാണ്. കാര്യം ഭയങ്കര സൗണ്ടാണ്. അന്നേരം ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും കൺട്രോൾ റൂമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും ഈ ഹെഡ്ഫോൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം നമ്മളെ എയ്റോപ്രാക്റ്റ് 22, അതായത് A22 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റിനകത്താണ് അളിയിൽ നിന്ന് പറക്കാൻ പോകുന്നത്. ഒരു ഫിക്സഡ് വിങ്, അപ്പർ വിങ് ഒക്കെ വരുന്നൊരു എയർക്രാഫ്റ്റാണ്. അന്നേരം നമ്മളെ റൺവേയിലോട്ട് നമ്മളെ വിമാനം ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അളിയൻ ടാറ്റയൊക്കെ തന്നിട്ടുണ്ട്. അളിയൻ്റെ ഈ മൊബൈലൊക്കെ ഉള്ളതുകൊണ്ടാണ് അളിയൻ കൺട്രോൾ കോളത്തിനകത്തൊന്നും പിടിക്കാത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അളിയൻ എന്താണ് പറയാനുള്ളത്? അടിപൊളി. അതിന് ഭയങ്കര നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണെന്നാണ് അളിയൻ പറയുന്നത്. അളിയൻ ഇനിയും പോയി പറക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അന്നേരം അളിയൻ്റെ കൂട്ടുകാരൊക്കെ ഈ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം അളിയനെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കും പറക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മളെ ടേക്ക് ഓഫ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ത്രസ്റ്റൊക്കെ കൂട്ടി സൗണ്ടൊക്കെ കൂടി വിമാനം ഇങ്ങനെ റൺവേയിൽ നിന്നും കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അളിയൻ്റെ പ്രായത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ അളിയനെ വിളിച്ചിട്ട് അവർക്കും പറക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇത് കണക്ക് പറക്കാൻ വേണ്ടിയുള്ള ക്ലബ്ബുകളൊക്കെ ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലേ അളിയ? എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അന്നേരം ഇങ്ങനെ നമ്മുടെ എയർക്രാഫ്റ്റ് ഒരുപാട് ഹൈറ്റിലൊക്കെ ആയിട്ടുണ്ട്. അന്നേരം താഴത്തെ കാഴ്ചകളൊക്കെ ആദ്യ അളിയന് പൈലറ്റ് ചേച്ചി വൃന്ദ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പുള്ളിക്കാരത്തി ഇന്ത്യക്കാരിയാണ്, പക്ഷേ മലയാളിയല്ല. നമുക്ക് താഴെയായിട്ട് കെട്ടിടങ്ങളും കാര്യങ്ങളും, റാസൽ കൈമയിലെ ആ കെട്ടിടങ്ങളും വലിയ ബംഗ്ലാവും താഴെ ഹെലിപ്പാഡൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. പിന്നെ ഇപ്പുറത്തായിട്ട് കാണുന്നത് ആ നീല കളറിലുള്ളത് കടലാണ്. ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ എക്സ്പീരിയൻസ് ഒക്കെ കടലിൻ്റെ എന്താ ഈ കടലിലൂടെ ഉള്ള യാത്ര ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് എന്താണ് അതിന് പറയാൻ വേണ്ടിയുള്ളത്? ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മീനുകളെല്ലാം കണ്ടായിരുന്നോ? കേട്ടോളിയ ഭയങ്കര ഒരു ഗ്രേ കളറുള്ളേ വലിയൊരു നീല തിമ്മിങ്ങളെ നമ്മുടെ വിമാനത്തിൽ കടിച്ചു പിടിച്ചേ വരുന്നു. അന്നേരം ഭയങ്കര തള്ളുകാരനാണ്. അമ്മയുടെ എല്ലാ തള്ളു കാര്യങ്ങളും മോനും കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം മോൻ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മളിന്ന് പറക്കുന്ന വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A22 ആണ്. അതായത് ഇതിൻ്റെ റേറ്റ്, അതായത് പുതിയ ഒരെണ്ണം നമ്മൾ വാങ്ങുവാണെങ്കിൽ ഏകദേശം $80,000 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതായത് ഇന്ത്യൻ മണി ഏകദേശം ഒരു 67 ലക്ഷം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് റാറ്റെക്സ് 912 ULS എന്ന് പറയുന്ന എഞ്ചിനാണ്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ മാക്സിമം സ്പീഡ് ഒരുപാട് കൂടുതലൊന്നുമല്ല, അത് ഏകദേശം ഒരു 170 km/h ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1100 km നമ്മളെ എയർക്രാഫ്റ്റ് ഫുൾ ടാങ്ക് എണ്ണയിൽ ഓടുന്നത്. മാത്രമല്ല ഇതിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു എയർക്രാഫ്റ്റാണ്. അതായത് ഒരു പാടത്തിലൂടെ ഗ്രൗണ്ടിലൂടെയൊക്കെ ആണെങ്കിൽ ഈ എയർക്രാഫ്റ്റിനെ തന്നെ ഈ റൺവേ ഒന്നും ഇല്ലാതെ തന്നെ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും വേണ്ടിയുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റാണ്. മാത്രമല്ല എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് കുറേ ദൂരം ഗ്ലൈഡ് ചെയ്ത് പോകാനും വേണ്ടി നമുക്ക് പറ്റും. ഇനിയിപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ വിമാനത്തിൽ പറക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ റാസൽ കൈമയിലുള്ള ജസീറ ഏവിയേഷൻ ക്ലബ്ബുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മാത്രമല്ല കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏത് കുട്ടികൾക്കും ഈ എയർക്രാഫ്റ്റിനകത്ത് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും 20 മിനിറ്റാണ് നമ്മളെ മോനിപ്പം പറഞ്ഞത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനെ കോൺടാക്ട് ചെയ്താൽ മതി, അവർ റേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-സീറ്റർ എയർക്രാഫ്റ്റാണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് യൂറി യാക്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈനറാണ്. പുള്ളിയൊരു ഫേമസ് ഡിസൈനറാണ്. ഓക്കെ ആൻഡോൻ്റെ കണക്ക് തന്നെ. ഇത് ശരിക്കും ഒരു യുക്രൈൻ നിർമ്മിത എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ശരിക്കും എൻ്റെ മോൻ ആദ്യമായിട്ട് യുക്രൈൻ നിർമ്മിത എയർക്രാഫ്റ്റ് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ ആദ്യ അക്ഷരങ്ങൾ ഏവിയേഷൻ്റെ നമ്മൾ പഠിക്കുന്നത് യുക്രൈനിൽ നിന്നായതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്കൊരു കൂടുതലൊരു എക്സ്ട്രാ അഭിമാനവും കൂടെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ട്രൈ സൈക്കിൾ ടൈപ്പ് ലാൻഡിംഗ് ഗിയറാണ് വരുന്നത്. ഫിക്സഡ് ലാൻഡിംഗ് ഗിയറാണ്. റിട്രാക്റ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അതായത് പറന്നു പോകുന്ന സമയത്ത് ഈ ലാൻഡിംഗ് ഗിയർ അകത്തോട്ട് കയറി പോകുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. വളരെ ഈ പ്രത്യേകിച്ച് ഈ പൈലറ്റ് കോഴ്സിൻ്റെയൊക്കെ തുടക്കത്തിലുള്ള ആളുകൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു എയർക്രാഫ്റ്റ് കൂടിയാണിത്. നമുക്ക് PP ലൈസൻസ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് പറപ്പിക്കാം. അതല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പം മോനിരിക്കുന്ന കണക്ക് കോപ്പായിട്ട് സീറ്റിലിരുന്നിട്ട് പറക്കാവുന്നതാണ്. അന്നേരം
ഇനിയിപ്പം മോന് ഈ ലാൻഡിങ് ആയിരുന്നു ടേക്ക് ഓഫ് ആയിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ലാൻഡിങ് ആയിരുന്നു ആളിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഈ വിമാനമായിരുന്നു നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഗൾഫിലോട്ട് വന്ന വിമാനമായിരുന്നു. ഈ വിമാനമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്. റാസൽ ക്യാമറ റോഡുകളും റോഡിലൂടെ പോകുന്ന വണ്ടികളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അന്നേരം ആദികളിൻ്റെ വിമാനം റൺവേയിലോട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റൺവേ 42 ആണ്. റൺവേ 42-ലാണ് അന്നേരം ആദികളിൻ്റെ വിമാനം ലാൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അളിന് പേടി തോന്നിയായിരുന്നോ? ഒരു ശകലം പോലും ഇല്ല. പേടി തോന്നുന്നതിന് ഒരു പ്രായം വേണമെന്ന് തോന്നുന്നു. അന്നേരം എന്നിരുന്നാലും നമ്മളെ ആദികളിൻ്റെ വിമാനം ചെറിയ കെട്ടിടങ്ങളുടെയൊക്കെ മുകളിലൂടെ റൺവേ ലക്ഷ്യമാക്കി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്തേക്ക് ഏതാണ്ട് ലാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സാഹസികമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇപ്പം വരാൻ പോകുന്നത്. അന്നേരം ആദികളിൻ്റെ എയർക്രാഫ്റ്റ് ഇങ്ങനെ ആടി ഉലഞ്ഞ് റൺവേയോട് അപ്രോച്ച് ചെയ്യുകയാണ്. വളരെ മനോഹരമായിട്ടത് ലാൻഡ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അന്നേരം ഇത്രയും നേരം പറഞ്ഞ വിശേഷങ്ങളൊക്കെ നമുക്ക് ആദിലീൻ്റെ അടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാം. അന്നേരം നമ്മളുടെ അടുത്തോട്ട് ആദിലീൻ്റെ വിമാനം നമ്മളെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്നില്ലയാ? ആണോ? സൂപ്പറായിരുന്നോ? എൻജോയ് ചെയ്തോ? എടുക്കാൻ. ഇനി നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ 330 എയർക്രാഫ്റ്റിൻ്റെ മാനുവറബിലിറ്റി ചെക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അന്നേരം ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അന്നേരം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അന്നേരം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.